ഹലോ അസ്സലാമലൈക്കും. ഇറ്റ്സ് മീ നിഹാല നാസിക് ഈസി ഹോം കുക്ക്. അങ്ങനെ ആ ഒരു ഗ്യാസ് ഇന്നലത്തെ വ്ലോഗ് കണ്ടവർക്ക് അറിയാൻ പറ്റും, നമ്മൾ ഒന്ന് വാങ്ങിയിരുന്നു. അപ്പോൾ അത് മാറ്റേണ്ടി വന്ന് അതിനെന്തോ ഒരു ചെറിയ ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത് ഓൾറെഡി അതൊരു ഡിഫക്റ്റ് പീസാണ് നമുക്ക് കിട്ടിയത് എന്നുള്ളത്. അവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരു പ്രശ്നം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്, അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കിയതാണ്. ഇതൊരു വെറൈറ്റി പപ്പട കേട്ടോ, ഒരു എരിവൊക്കെ ആയിട്ടുള്ള ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ അതൊന്നല്ല കാര്യം, ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ട് ഒരു നെത്തൽപ്പൊരി കാണിച്ചു തരുന്നുണ്ട്. ചെറിയ നെത്തലാട്ടോ. അപ്പോൾ ഇതിൻ്റെ തല ഒന്നും നമുക്ക് മുറിച്ചെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ആ തലോടുക്ക് തന്നെ നമുക്ക് ചെയ്താൽ മതി. ഹോട്ടലുകളിലൊക്കെ ഇതുപോലെ തന്നെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നല്ല പൈസ ഒക്കെ കൊടുത്ത് ഒരു പ്ലേറ്റൊക്കെ വാങ്ങി കഴിക്കാറില്ലേ, നല്ല ടേസ്റ്റോടുകൂടി. അപ്പോൾ അത് വീട്ടിലും ചെയ്തെടുക്കാൻ പറ്റും. അരമുറി തേങ്ങ, ഇപ്പോൾ തേങ്ങ നിങ്ങൾക്ക് കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ 3/4 മുറി ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച്. പിന്നെ 2 മുളക് ഒന്ന് നടു കീറിയിട്ട് ഒന്ന് വെച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ അത്യാവശ്യം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. നെത്തൽ പൊരിച്ചവർക്ക് അറിയാൻ മതിയാവും, പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും അല്ലേ. ചെറിയ മീനായതുകൊണ്ട് തന്നെ ഇതിനിപ്പോൾ ഈ ഒരു രൂപത്തിലേ ആയിരിക്കില്ല നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് മൊത്തമായിട്ട് എന്താ പറയുക, നല്ലതായിട്ട് അതിലേക്ക് ഇങ്ങനെ എന്താ പറയുക ചെറുതായി നല്ല അതിലേക്ക് എന്താ പറയുക ഒരു ചെറിയ കുനുകുനാ പീസായിട്ട് ഇതിപ്പോൾ മാറാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം അതൊരു വെന്തെന്നുള്ള സമയത്ത് എന്ത് ചെയ്യുക, നമുക്ക് ഈ 2 ഐറ്റംസും കൂടി, ഈ 3 ഐറ്റം കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം നേരം, എനിക്ക് തോന്നുന്നത് ടോട്ടലി ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും, 10-12 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. കാരണം ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് അടി പിടിക്കുന്ന ഒരു പ്രശ്നം വരും കേട്ടോ. പിന്നെ ഇങ്ങനത്തെ പാൻ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നന്നാവുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നല്ല സൂപ്പറായിട്ട് ഇത് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചോറിന് വേറെ കറിയും കാര്യങ്ങളും ഒന്നും വേണ്ട, ഈ ഒരു ഐറ്റം ചോറ് മാത്രം മതി, നമുക്ക് വയറ് നിറച്ച്. പിന്നെ ഞാൻ നേരത്തെ പൊരിച്ചില്ല പപ്പടം, ആ ഒരു എരിപ്പപ്പടം, അത് മാത്രം മതി. എനിക്ക് ജലദോഷം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് എൻ്റെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാ നല്ല സൂപ്പറായിട്ട് നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട്. നല്ല തേങ്ങ ഒക്കെ ഇട്ട് ഇതിലേക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തും മുറിച്ചൊക്കെ ഇട്ടിട്ട് അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഫ്ലേവറൊക്കെ മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതാ ഇന്നത്തെ ഐറ്റംസൊക്കെ റെഡിയാണ്. ക്യാബേജ് ഉപ്പേരി, പിന്നെ അയില ഇപ്പോൾ കൊണ്ടുവന്നിരുന്നു. അപ്പം 3 അയിലായിരുന്നു, അപ്പോൾ അത് മുളകിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മത്തൻ പച്ചക്കറി, ഇതൊക്കെ ഞാൻ ഇതിന് മുന്നേ കാണിച്ചിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതാ അതൊക്കെ സെറ്റാണ്. നമ്മൾ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മളെ നാസ്കാനും മൂത്താപ്പൻ്റെ മോളാട്ടോ ഇത്. അവർ ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവൾ ജസ്റ്റ് ഒരു ഹായ് ഒക്കെ അയച്ചിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം കേട്ടോ. ഇത് പ്രസ്റ്റീജിന് സ്വച്ച് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. നമ്മൾ പരസ്യത്തിലൊക്കെ കണ്ടിട്ടുണ്ടാകും, ഞാൻ അത് പരസ്യത്തിലാണ് കണ്ടത്. ഇതിനെ പറ്റിയിട്ട് ലിഫ് ലോക്ക് ക്ലീൻ എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് വരുന്ന 5 ഇയർ വാറണ്ടി വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ വാങ്ങിയ സാധനം 2 വർഷമുള്ളായിരുന്നു. ഇതിപ്പം അത് 6500 വാങ്ങിയത്, 6490. ഇത് 7890 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ. ഇത് ശരിക്കും 12985 545 അങ്ങനെ എന്തോ ആണ് വരുന്നത്. കണ്ടോ, ഇത് നമുക്കിങ്ങനെ പൊന്തിച്ച് വെച്ചിട്ട് അപ്പോൾ ഒരു ശബ്ദം വരും. ഈ സ്ക്രൂ ഉണ്ടല്ലോ, ഇത് ലോക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് താത്തണമെങ്കിൽ നമ്മൾ പിടിച്ചങ്ങോട്ട് താത്തരുത്, അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ലോക്കിംഗ് ആണ്. അപ്പോൾ അത് പുള്ള് ചെയ്യണം, ആ സ്ക്രൂ പുള്ള് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മളെ പഴയത് മിസ്റ്റർ ലൈറ്റിൻ്റെ. ഈ ഒരു നോബിൻ്റെ ആണ് കേട് വന്നത് കേട്ടോ. ആ ഒരു ഗ്യാസ് നമുക്ക് കത്തിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ പുതിയതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വന്നിട്ടുണ്ട്, നമുക്ക് പാത്രം ചൂടോടുകൂടി അതിൻ്റെ മേലൊക്കെ ഇറക്കി വെക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ്. പിന്നെ ഇതിന് സ്റ്റീൽ കോട്ടിങ്ങിന് പ്ലേറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാസ്ക രാത്രി വന്നപ്പം ഇത് ഫിറ്റ് ചെയ്യിപ്പിച്ചതാണ്. അവരെ വെയിറ്റ് ചെയ്ത് നിന്നതാട്ടോ. അപ്പോൾ രാത്രി വീഡിയോ, അതാണ് ഇങ്ങനെ എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് നല്ല ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനും ഒക്കെ പറ്റും. നല്ല അടിപൊളി സാധനമാണ്. മാത്രമല്ല 5 വർഷത്തിന് വാറണ്ടിയും വരുന്നുണ്ട്. എന്ത് പ്രശ്നം, ഞാൻ ഹൈലൈറ്റ് മോളിൽ ചോദിച്ചപ്പോൾ നെസ്റ്റോയിൽ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് വെച്ചാൽ ഇതിനങ്ങനെ കംപ്ലയിൻറ്റ് വന്ന് കാണാറില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ സ്ക്രൂവിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം, ബാക്കിയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഏതായാലും രാത്രി മക്കൾക്ക് പാല് കാച്ചണം. അപ്പോൾ ഈ ഒരു പുതിയ ഗ്യാസിൽ അത് കാച്ചാന്ന് വിചാരിച്ച് ഒരു രസം, ഒരു പാല് കാച്ചൽ ചടങ്ങ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ച്. പക്ഷേ തിളപ്പിച്ച് മറപ്പിക്കുന്നൊന്നുമില്ല പുതിയതായതുകൊണ്ട്. അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ വിശേഷങ്ങൾ പറയുന്നത്. എല്ലാ ഫ്ലെയിമും മുമ്പ് പറഞ്ഞ ഒന്ന് ഓണാക്കി നോക്കുക, സ്പീഡൊക്കെ ഉണ്ടോ നോക്കാം. അപ്പോൾ ഇതൊക്കെ സെറ്റപ്പാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.